സങ്കീർത്തനങ്ങൾ അധ്യായം 118. ബേസ്. ഒരു ബാലൻ തൻ്റെ വഴി ഇതിനാൽ വെടിപ്പാക്കും. നിന്റെ പ്രമാണങ്ങൾ ആചരിക്കുന്നതിനാലല്ലയോ ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിച്ചു. നിന്റെ കൽപ്പനകളിൽ നിന്ന് ഞാൻ തെറ്റിപ്പോകരുതേ. ഞാൻ നിനക്ക് വിരോധമായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചു. കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ നീതിയുള്ള ന്യായങ്ങളെല്ലാം ആവർത്തിച്ചു. ഞാൻ സമ്പത്തിനേക്കാളും നിന്റെ സാക്ഷ്യത്തിൻ്റെ വഴിയെ സ്നേഹിച്ചു. ഞാൻ നിന്റെ കൽപ്പനകളെ ധ്യാനിച്ച് നിന്റെ വഴികളെ അറിഞ്ഞു. ഞാൻ നിന്റെ വചനങ്ങൾ മറക്കാതിരിപ്പാൻ നിന്റെ വേദപ്രമാണത്തെ ധ്യാനിച്ചു. ഗോമൽ. ഞാൻ ജീവിച്ച് നിന്റെ വചനങ്ങൾ പ്രമാണിക്കേണ്ടതിന് നിന്റെ ഭൃത്യനോട് ഉത്തരമരുളണമേ. ഞാൻ നിന്റെ വേദപ്രമാണത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങൾ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്നെ പ്രതി ഞാൻ പരദേശിയാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നിൽ നിന്ന് മറയ്ക്കരുതേ. എൻ്റെ ആത്മാവ് എല്ലായ്പ്പോഴും നിന്റെ പ്രമാണങ്ങൾക്കായി അതിവാഞ്ചയോടിരിക്കുന്നു. നിന്റെ കൽപ്പനകളിൽ നിന്ന് തെറ്റിപ്പോകുന്ന ജാതികളെ നീ ശാസിച്ചു. അവർ ശപിക്കപ്പെട്ടവരാകുന്നു. നിന്റെ സാക്ഷിയെ ഞാൻ പ്രമാണിച്ചിരിക്കൊണ്ട് അപമാനം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ. അധർമ്മികൾ ഇരുന്ന് എനിക്ക് വിരോധമായി സംസാരിച്ചു. ഞാൻ നിന്റെ കൽപ്പനകൾ ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഞാൻ നല്ല വിചാരത്തോടുകൂടി നിന്റെ സാക്ഷിയെക്കുറിച്ച് ചിന്തിച്ചു. ദോലത്. എൻ്റെ ജീവൻ മണ്ണോട് ചേരുമാറായി തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ എൻ്റെ വഴികൾ നിന്നോട് അറിയിച്ചു. നീ എന്നോട് ഉത്തരമരുളി. നിന്റെ വേദപ്രമാണം എന്നെ പഠിപ്പിക്കണമേ. നിന്റെ കൽപ്പനകളുടെ വഴി എന്നെ കാണിക്കണമേ. ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് ധ്യാനിക്കും. എൻ്റെ ദേഹി വിഷാദം കൊണ്ട് ഇരിക്കുന്നു. തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദുഷ്ടന്മാരുടെ വഴി എന്നിൽ നിന്ന് നീക്കി നിന്റെ വേദപ്രമാണം എന്നെ പഠിപ്പിക്കണമേ. ഞാൻ നിന്നിലുള്ള വിശ്വാസമാർഗത്തെ തിരഞ്ഞെടുത്ത് നിന്റെ ന്യായങ്ങളിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യത്തോട് ചേർന്നിരിക്കുന്നു. കർത്താവേ, എന്നെ ലജ്ജിപ്പിക്കരുതേ. നീ എന്നെ സന്തോഷിപ്പിച്ചതിനാൽ ഞാൻ നിന്റെ പ്രമാണമാർഗത്തിൽ നടക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.